ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഴയിലയിൽ മീൻ പൊള്ളിച്ചതാണ്. വളരെ ടേസ്റ്റിയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. നെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ദശകട്ടിയുള്ള ഏത് മീൻ ഉപയോഗിക്കാം. മാരിനേഷൻ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. വേറെ വെള്ളം ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മീന് തേച്ച് പിടിപ്പിക്കണം. മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും വെച്ചേക്കണം. 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് മീൻ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ചതച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അരമുറി നാരങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഇനി മീൻ പൊരിച്ചെടുക്കാം. കഴിവതും വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ഡീപ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. ഒരു വശം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണം വരും. ഇപ്പം മീനെല്ലാം വറുത്ത് വരി എടുത്തിട്ടുണ്ട്. ഇനി മീൻ പൊള്ളിച്ചെടുക്കാനുള്ള മസാല തയ്യാറാക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. ഇനി നന്നായി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ മാറി കിട്ടണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 നുള്ളു ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മസാലകളൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്തിളക്കി നന്നായി വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. അരമുറി നാരങ്ങ നീര് കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പുളിക്ക് വേണ്ടിയാണ്. പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് നാരങ്ങ നീര് 1 നാരങ്ങ മുഴുവനായോ വിനാഗിരിയോ ഒഴിക്കാം. അല്ലെങ്കിൽ തക്കാളി കൂടുതൽ എടുത്താലും മതി. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കണം. ഒരുപാട് ഡ്രൈ ആക്കണ്ട. ഒരുപാട് ഡ്രൈ ആക്കിയാൽ മീന് പിടിക്കില്ല. ഇനി ഒന്ന് അല്പം ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. മീൻ പൊള്ളിക്കാൻ വേണ്ട വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഇല കൂടി വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ നിരത്തി വെച്ചതിന് ശേഷം മസാല വെച്ച് പൊതിഞ്ഞെടുക്കണം. ഇനി ഇത് പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് കെട്ടിയെടുക്കാം. ഇനി മീൻ പൊള്ളിച്ചെടുക്കണം. അതിനായി പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ പൊള്ളിക്കാൻ വെച്ച് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നോക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. വാഴയിലയുടെയും മീനിൻ്റെ മസാലയുടെയും ഒക്കെ നല്ലൊരു മണമാണ് വരുന്നത്.
നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഇടാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.